ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പണ്ടേയുള്ള പൂതിയാണ് ഡോക്ടർ ആവാൻ. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് ഒന്നാമതെത്തിയ എസ് ആയിഷയുടെ വാക്കുകളിൽ നിറയെ സന്തോഷം. പൊതുവിദ്യാലയങ്ങളിൽ മാത്രം പഠിച്ച ആയിഷ വർഷങ്ങൾക്കിപ്പുറം നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്തെ ഒന്നാം റാങ്കുമായി ആ സ്വപ്നത്തിലേക്ക് ആദ്യ ചുവട് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിലെ വാർത്ത വായിക്കുന്നേരം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിഷ കണ്ട സ്വപ്നത്തിലേക്കുള്ള അവളുടെ യാത്ര. എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ദിവസം നിങ്ങൾ എത്ര നേരം പഠിക്കാനായി മാറ്റിവെക്കാറുണ്ട്? നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കാവാറുണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മൂഡനുസരിച്ചായിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്കൊരിക്കലും മാറ്റിവെക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഒട്ടും തന്നെ മടി കാണിക്കാതിരിക്കുക. നമ്മളിലൊരു വിശ്വാസം നമുക്ക് വേണം. എനിക്കത് ചെയ്യാനാവും എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ഡിക്ഷണറിയിൽ ഐ ക്യാൻ എന്നേ കാണാവൂ, ഐ കനോട്ട് എന്നുള്ളൊരു വേർഡ് ഉണ്ടാവരുത്. നമുക്ക് ചുറ്റും ഒരു മാറ്റം ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മാറണം എന്നല്ലേ? മറ്റുള്ളവരിലെ കുറ്റവും കുറവും നോക്കാതെ നമ്മളിലുള്ള കുറ്റവും കുറവും നികത്താൻ നോക്കുക. ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ. അവസരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ കാത്തു നിൽക്കരുത്. അവ നമ്മെ തേടി വരില്ല. നമ്മൾ അവയ്ക്ക് മുന്നേ ഓടണം. ഓൺലൈൻ പഠനം മടുത്തു പോയെങ്കിൽ ഒന്ന് ചിന്തിക്കൂ. ഇന്നലെകൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. വരാനുള്ള നാളുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം മാറേണ്ടതുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നഷ്ടങ്ങളുടെ ലോകത്തേക്കുള്ള യാത്രയാവരുത് അത്. ലാഭങ്ങളുടെ ലോകത്തേക്കാണ് നമുക്ക് കുതിച്ചുയരേണ്ടത്. പഠിക്കുക, നന്നായി പഠിക്കുക, പഠിച്ച് വളരുക. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മക്കളായി വളരുക. സഹജീവികളോട് കരുണ കാണിക്കുന്ന ഉദാത്ത മനുഷ്യനാവുക. പരിശ്രമിച്ചാൽ കിട്ടാത്തതേതുമില്ല. അതുതന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെ വിജയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നു മുതൽ എൻ്റെ മക്കൾ ഒരു പ്രതിജ്ഞ എടുക്കുക. ഞാൻ ഒരിക്കലും മടി പിടിച്ചിരിക്കില്ല. നാളെയുടെ അല്ല, ഇന്നിൻ്റെ തന്നെ തലമുറയാണ് നമ്മൾ എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവുക. എന്നിലെ ആത്മവിശ്വാസം ഒരിക്കലും തകരില്ല. ഞാൻ ജയിക്കും. എനിക്കെൻ്റെ സ്വപ്നങ്ങളെ നേടാനാകും എന്നുള്ള ഒരു പ്രതിജ്ഞയോടെയാവട്ടെ നമ്മുടെ ഓരോ പുലരിയും. താങ്ക് യു ഓൾ.